ഗൃഹപ്രവേശനത്തിന്റെ സമയവും ഈ പാലുകാച്ചൽ ചടങ്ങിന്റെ സമയവും എന്ന് പറഞ്ഞാൽ അടുപ്പിൽ തീ കൊളുത്തേണ്ട സമയവും അത് വ്യക്തമായിട്ട് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ ഗൃഹപ്രവേശന ചടങ്ങുകൾ എന്തൊക്കെയാണ്? ഒരു കുടുംബത്തിന്റെ അനുഗ്രഹമാണ് ഈ സ്വന്തമായിട്ട് വീടെന്ന് പറയുന്നത്. ബന്ധുമിത്രാദികളുടെ സാന്നിധ്യത്തിൽ വേണം ഇത് നടത്തേണ്ടത്. അടുപ്പത്ത് പാൽ വെച്ച് തിളപ്പിക്കണം, അത് തൂവി അടുപ്പിൽ വീഴണം. അഗ്നിദേവനെ പ്രീതിപ്പെടുത്തുന്ന ചടങ്ങാണ് ഈ പാലുകാച്ചൽ. ബാക്കി ചടങ്ങുകളെല്ലാം ഞാൻ വീട്ടിൽ വരുമല്ലോ, അപ്പൊ പറഞ്ഞുതരാം. പണിക്കർ എപ്പോഴാണ് വരുന്നത്? വെളുപ്പിന് 4 മണിക്ക് ഞാനും എൻ്റെ സഹായി കൂടെ കാണും. പിന്നെ പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ടുപോയി. ശരി, എല്ലാം വിശ്വാസമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. എന്നാ ശരി, ഓക്കെ സമയത്ത് തന്നെ തീർച്ചയായിട്ടും. ഓക്കെ, സന്തോഷം. ആ, എന്താ കാര്യം? കാര്യം എനിക്കല്ല, എന്റെ അമ്മാവനാ. അദ്ദേഹത്തിന്റെ സമയം ഒന്ന് നോക്കണം. ആളെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. എന്താ അദ്ദേഹത്തിന്റെ പ്രശ്നം? എന്താ ഇതേ ഒരു പ്രശ്നമാണ്. ഒരു നട്ട് പോയതാ. 10 അടി മുമ്പോട്ട് കിടക്കുമ്പം 3 അടി പുറകോട്ട് കിടക്കും. വാവെടുക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലെ, വാവിന്റെ സമയമാണല്ലോ. വലിയ പ്രശ്നമൊന്നും അല്ല. കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം. പിന്നെ ജോത്സ്യര് പേടിക്കൊന്നും വേണ്ട. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പുറത്തുണ്ട്. പേടിക്കാനൊന്നുമില്ല. വട്ടാണോ? അങ്ങനെ പറഞ്ഞാൽ ഒരു തരത്തിൽ വട്ട. മന്ത്രത്തിനൊന്ന് ഒതുക്കിക്കണം. എന്നാ ഞാൻ വിളിച്ചോണ്ട് വരട്ടെ. ഇതൊരു കുഴപ്പം ഇല്ല, കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. നിങ്ങളിടയ്ക്ക് കെട്ടിയിടാറുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ മന്ത്രത്തിൽ കെട്ടിക്കോ. ജോത്സ്യരെന്ന് വരട്ടിയ പുള്ളി വീഴും. ശരി, ഞാൻ വിളിച്ചോണ്ട് വരട്ടെ. നിങ്ങള് പുറത്തുണ്ടാവുമല്ലോ. അതുപോലെ പ്രാന്താശുപത്രി കൊണ്ടുപോകുന്നല്ലേ നല്ലത്. അത് പറ്റത്തില്ല, നാണക്കേടല്ലേ ഇത്. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എന്നാ വിളി. കൂടെ നിക്കണേ, വെളി കാണണേ. ഇരുന്നാട്ടെ, കുറെ കാലമായല്ലോ കണ്ടിട്ട്. പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും വന്നു. ഇപ്പൊ ഒരാവശ്യം വന്നു. പിന്നെ എന്റെ സമയം ഒന്ന് നോക്കണം. ഇനി സമയമൊക്കെ നോക്കണം. വിളിക്കുമ്പോ അങ്ങ് പോയാ പോരെ. പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പൊ എന്റെ സമയം എങ്ങനെയാ? എത്ര വയസ്സായി? 78 കഴിഞ്ഞു. നക്ഷത്രം എന്തുവാ? മൂലം. മൂലം നക്ഷത്രമല്ലേ? എന്താ പണിക്കരെ, മൂലം നക്ഷത്രം കുഴപ്പം പിടിച്ചതാണോ? കുഴപ്പം പിടിച്ചൊന്നുമല്ല. എനിക്ക് വർഷം ഓർമ്മയുണ്ടോ? സ്വാതന്ത്ര്യം കിട്ടിയ വർഷം 47. 1947. 75 വയസ്സിന് മുകളിലായി. ആരോഗ്യത്തിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു കുഴപ്പം. പക്ഷേ സമയം ശരിയല്ല എന്നാ തോന്നുന്നു. എല്ലാം തടസ്സങ്ങൾ, ഒരു പുരോഗതിയും കാണുന്നില്ല. ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്തരാടം. ആദ്യത്തെ കാൽഭാഗം സാമ്പത്തിക പരാജയം, എല്ലാം തടസ്സങ്ങളാണ്. അതിന്റെ പ്രധാന കാരണം ഈ ഗുളികയുടെ തടസ്സം. ഈ ഗുളികങ്ങളാണോ തടസ്സങ്ങൾ? സംശയം എന്താ? ഈ പ്രശ്നത്തില് ഈ പറയുന്ന ഗുളികനാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. ഈ ഗുളികങ്ങൾ മാറിയാൽ പ്രശ്നങ്ങളെല്ലാം തീരുമോ? ഈ ഗുളികൻ മാറിയ എല്ലാ പ്രശ്നങ്ങളും മാറും. തടസ്സമെല്ലാം മാറിയല്ലോ. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. ഇത്രയും വർഷത്തെ
ജ്യോതിഷ അനുഭവത്തിൽ ഗുളികൻ മാറാൻ ഇങ്ങനൊരു സംവിധാനം ഉണ്ടെന്ന് എപ്പോഴായിരിക്കും